ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയണത് നമുക്കൊരു മോർണിംഗ് വ്ളോഗാണ്. ഒരു ഉച്ച വരെയുള്ള ടൈമിലൊരു വ്ളോഗാണ് കേട്ടോ നമ്മളിന്ന് എടുക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസിന് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ നേരം വെളുത്തുടനെ നമ്മൾ കുളിച്ചിട്ട് നമ്മൾ അടുക്കളയ്ക്ക് കയറുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് വിളക്ക് വെക്കാനൊന്നും പറ്റത്തില്ല, കാരണം പീരിയഡ്സും ടൈമൊക്കെ ആ ടൈമായിട്ടുണ്ട്. ആ ടൈമല്ല, ആ ടൈമിലൂടെയാണ് ഇപ്പോൾ കടന്നു പോണത്. അപ്പോൾ ഞാൻ അങ്ങനെ പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു എട്ടാമത്തെ ദിവസം തൊട്ടിട്ട് ഞാൻ പിന്നെ വിളക്ക് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ഇതേമാതിരി എന്നും ചെയ്യുന്ന ഒരു സെയിം റൊട്ടീൻ തന്നെയാണ്. രാവിലെ നമ്മൾ എണീറ്റ ഉടനെ കുളിച്ചിട്ട് നമ്മൾ അടുക്കളയിൽ കയറി ചായയ്ക്കും കുടിക്കാനുള്ള വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ ചോറിനുള്ള വെള്ളം അടുപ്പത്താട്ട് വെക്കാറ്. ഇപ്പോൾ അധിക ദിവസങ്ങളിലും നമ്മൾ ചോറ് അടുപ്പത്ത് തന്നെയാണ് വെക്കാറ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അധികം ഇങ്ങനെ വൈകി എണീക്കുകയാണെങ്കിലും പിന്നെ അവർക്ക് ഫുഡ് കൊണ്ടുപോകണമെങ്കിലൊക്കെ ആക്കും പോലെ ഞാൻ റൈസ് കുക്കറിലൊക്കെ വെക്കാറുള്ളൂ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ വെറും ചോറ് ഞാൻ അടുപ്പത്ത് തന്നെയായിട്ട് വെക്കണത്. കാരണം രാജേട്ടന് അടുപ്പത്ത് വെക്കുന്നതാണ് താല്പര്യം. ഒരു റൈസ് കുക്കറിലാണെങ്കിൽ അവർ വെള്ളം ബീച്ചാണ് അങ്ങനെയൊക്കെ പറയാറാണ്. പക്ഷെ എനിക്കിതുവരെ വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ചോറ് അടുപ്പത്ത് തന്നെയാണ് വെക്കാറ്. പിന്നെ ഇന്നലെ രാത്രി സാധനങ്ങൾ കൊടുത്തൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവർ കുറച്ച് വൈകിയാണ് വന്നത്. ഞാനും റിച്ചേട്ടനും ഞങ്ങൾ നേരത്തെ ഉറങ്ങിപ്പോയി. ഞങ്ങൾ രാത്രി ഞാനും റിച്ചേട്ടനും ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. അവരെ കാക്കാറൊന്നുമില്ല, കാരണം അവർ കുറച്ച് വൈകിയേ വരിക. റിച്ചേട്ടൻ എന്തായാലും കഴിക്കുമ്പോൾ ഞാനും അതിനൊപ്പം കഴിക്കും. ഞാൻ ആദ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ 8 മണി അതിൻ്റെ അപ്പുറമൊന്നും ഞാൻ കൂടുതൽ പോകാറില്ല. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ 4 മണിക്ക് അധികം കഴിക്കാറൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാമെന്നല്ലാതെ. അതുകൊണ്ട് ഞങ്ങൾ രാത്രി നേരത്തെ കഴിക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടടയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഓട്ടട ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ വെള്ളപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കടയിൽ പോകുന്ന ടൈമിലൊക്കെ ഇതേമാതിരി കടയിൽ നിന്ന് പോരുന്ന ടൈമിൽ വെള്ളയപ്പത്തിൻ്റെ കൂട്ട് വാങ്ങിയിട്ട് നമ്മൾ തലേന്ന് സെറ്റാക്കി വെക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടടയ്ക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പച്ചരിയും തേങ്ങയും പിന്നെ ചോറും കൂട്ടിയിട്ട് തലേന്ന് അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം നിറച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി അപ്പം ഒട്ടുമല്ലേ എന്നുള്ളൊരു ഡൗട്ടും കൂടിയുള്ളൂ. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വേറെ ചട്ടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിക്ക് കറി ഉണ്ടാക്കണത് വെച്ചാൽ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അത് നല്ല കോമ്പിനേഷൻ ആണോ അല്ലേന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. വെള്ളയപ്പം അങ്ങനെ വെള്ളയപ്പമല്ല, ഓട്ടട ഉണ്ടാക്കുന്നത്. അത് അങ്ങനെ കഴിക്കാൻ നല്ല രസം തന്നെയാണ് കേട്ടോ. പക്ഷേ എന്തായാലും എൻ്റെ അപ്പം എന്തായാലും നന്നായി വന്നിട്ടുണ്ട്. പിന്നെ ഒട്ടാതെയൊക്കെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയാലും ശരിയാവോ ഇല്ലേ എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് വട്ടം ചുറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അത്രയും വലുതായിട്ടുള്ളത്. പിന്നെ ഉള്ളതൊക്കെ ആ ഒരു ഇതിക്ക് പാർന്ന രീതിക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ വെള്ളയപ്പമാണല്ലോ നമ്മൾ നല്ലോണം ചുറ്റിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ ഓട്ടടയാകുമ്പോൾ സെൻറ്ററിൽ പാർന്നിട്ട് അങ്ങനെ തന്നെ മൂടി വെച്ച് അങ്ങനെ എടുക്കുകയാണല്ലോ. അപ്പോൾ ആദ്യത്തെ മാത്രം ഞാൻ അങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടാണ് ഇട്ടത്. പിന്നെ നമ്മൾ റിച്ചിട്ടൊന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഓരോരോ എന്താ പറയുക സന്തോഷ പ്രകടനം കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് മുട്ട പുഴുങ്ങിയിട്ട് ഉണ്ടാക്കുന്ന രീതിക്കാണെങ്കിൽ ഞാൻ ഇതേമാതിരി ഉള്ളിയും തക്കാളിയും കുക്കറിലൊന്ന് വാട്ടിയതിന് ശേഷം വല്ലാതെ വാട്ടില്ല, ഒക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് പൊടിയും കാര്യങ്ങളും ഇട്ടിട്ട് വെള്ളവും പാർന്നിട്ട് കുറച്ച് വെള്ളം പാരുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം പാർന്നിട്ട് പിന്നെ നമ്മൾ അതിലൊരു പാത്രത്തിലാണ് മുട്ട പുഴുങ്ങാനായിട്ട് അതിൽ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അതിൽ വല്ലാതെ വെള്ളം വെക്കേണ്ട, എന്നാൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അങ്ങനെ അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഒരു 3 വിസിൽ കേട്ടോ. 3 വിസിലൊക്കെ മതിയാവും. അതുകൊണ്ട് തന്നെ എന്നിട്ട് നമ്മൾ നല്ലോണം ആവി പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. മുട്ട നല്ലോണം രീതിക്ക് വെന്തിട്ടും ഉണ്ടാവും. അതുപോലെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴറ്റി നല്ല രീതിക്കായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ തന്നെ നല്ലാതെ വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി വെച്ചാൽ മതി. എന്നാൽ തന്നെ നല്ല രീതിക്ക് കിട്ടും കേട്ടോ നമുക്ക്.
ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ. മഴ ആയതുകൊണ്ട് തന്നെ മുറ്റത്തെ വെള്ളം ഇപ്പോൾ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്നതാണ് കേട്ടോ. നല്ല രീതിക്ക് വെള്ളം മുറ്റത്തുണ്ട്. അതുകൊണ്ട് നല്ല വഴുക്കലും പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്. എന്നാലും നമ്മൾ നടക്കണ ഭാഗത്ത് കൂടെയൊക്കെ നല്ലോണം ചെത്തിക്കോരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും എപ്പോഴും മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെയും തന്നെ നല്ല വഴുക്കലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി അവിടെ ഇങ്ങനെ കുക്കറിൽ അത് അവിടെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓട്ടടയും തന്നെ ഒപ്പം തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റിച്ചോട്ടനൊക്കെ എണീറ്റുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവന് പല്ല് തേക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ തേക്കുകയാണ് കേട്ടോ. ഞാൻ തേച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവന് കുറച്ച് നേരം ഒന്നുകൂടി ഞാനപ്പോൾ പപ്പടം ചൂടാൻ പോയപ്പം അവൻ കുറച്ച് നേരം തേച്ച് നിന്നു. പിന്നെ നമ്മൾ നല്ല രീതിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെയും വൈകുന്നേരവും അവൻ പല്ല് തേക്കാറുണ്ട്. ഇപ്പം തന്നെ കുട്ടി ഞാൻ പല്ല് തേക്കാൻ പോകുമ്പോൾ ഒപ്പം പോരും. പിന്നെ അവനും തേക്കും കേട്ടോ. അങ്ങനെ എന്ത് കാര്യം നമ്മളിപ്പോഴത്തെ ചെയ്യണതിന് ഒപ്പം ചെയ്യുകയാണെങ്കിൽ അത് അവരായിട്ട് എന്താ ചെയ്യണം അല്ലെങ്കിൽ പറയുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേണ്ടാന്നൊന്നും പറയാറില്ല കേട്ടോ. ഇപ്പോൾ പണിയെടുക്കുകയാണെങ്കിലും പിന്നെ ഇത്ര ചെറുപ്പത്തിൽ പണിയെടുപ്പിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ജസ്റ്റ് അവൻ എന്തെങ്കിലും കൊടുന്നു തരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഒപ്പം എന്തിനും ഒപ്പം കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വേണ്ടെന്ന് പറയില്ല. ശ്രദ്ധിച്ചിട്ട് എന്താ പറയുക അവന് കഴിയാത്തതൊന്നും നമ്മൾ അങ്ങനെ ഏൽപ്പിക്കാറൊന്നുമില്ല. അല്ലെങ്കിൽ ചെയ്യണത് സപ്പോർട്ട് ചെയ്യാറൊന്നുമില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ചോറ് നമ്മൾ വാർത്ത് വെക്കാറാണ് കേട്ടോ. ഊറ്റലല്ല, വാർത്ത് വെക്കാറാണ് ചെയ്യണത്. ഞാനിതുപോലെ ഒരു നമ്മൾ ഡവറയുമ്പോൾ തന്നെ മുട്ടുകുത്തി അങ്ങനെ വെക്കാറാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് പാത്രവും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്, പക്ഷേ വാങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ പൊതുവേ ആദ്യം മുതൽക്കേ അങ്ങനെ തന്നെയാണ് ചെയ്യൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിതുവരെയായിട്ടത് കുഴപ്പം തോന്നിയിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ വഴുകി പോകാറുണ്ട് കേട്ടോ. സത്യത്തിൽ മറ്റു പാത്രം വാങ്ങണതിനാണ് ബെറ്റർ. പക്ഷേ ഞാനത് വാങ്ങിയിട്ടില്ല, വാങ്ങണം. പിന്നെ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഒരു അവസ്ഥ പറഞ്ഞാൽ ഞാൻ അലക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അടിച്ച് വാരി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലക്കാൻ പോകുമ്പോൾ ഞാൻ വേറൊരു നൈറ്റിയാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഈ മഴയും കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അലക്കണ വീഡിയോസും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കിച്ചണത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തലേന്നത്തെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീനും കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊന്നും വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ചോറും പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും മാത്രമേ വെക്കേണ്ടതുള്ളൂ. അപ്പോൾ ചായ കുടിച്ചതിന് ബാക്കിയുള്ളൊരു അപ്പവും കാര്യങ്ങളും കേട്ടോ ഈ പാത്രത്തിൽ കാണിക്കുന്നത്. പിന്നെ കുറച്ച് മുട്ടക്കറിയും ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ റിച്ചിട്ടിന് കഴിക്കുകയാണെങ്കിൽ പിന്നെയും കൊടുക്കുക, ഇല്ല വെച്ചാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ സാമ്പാർ കുറച്ച് ബാക്കിയുണ്ട്. ഞാനും റിച്ചിട്ടിനുള്ളല്ലോ ഉച്ചയ്ക്ക്. അപ്പോൾ ഞങ്ങൾക്ക് തൽക്കാലം അത് മതി. പിന്നെ മീനുണ്ടല്ലോ. അപ്പോൾ രാജേട്ടൻ അങ്ങനെ പണിക്കും പോയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി വെച്ചാൽ റിച്ചിട്ടിനെ കുളിപ്പിക്കുക, അലക്കലും അങ്ങനത്തെ പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം കണ്ടല്ലോ നമ്മുടെ മുറ്റം നല്ലോണം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചോർച്ചയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞ് പിന്നെയും മഴയും പിന്നെയും നല്ലോണം വെള്ളം കെട്ടിക്കും. എത്ര അടിച്ചു വാരിയിട്ടും ചെത്തിക്കോരിട്ടും കാര്യമില്ലാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ ഒരു ഇവിടെ ഉള്ളൊരു കണ്ടില്ലേ റിച്ചോട്ടം നല്ല മണ്ണിൽ കളിയാണ്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നിലൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റിച്ചോട്ടിന് എൻ്റെ അലക്കലും കൂടി കഴിഞ്ഞിട്ടേ അവനെ കുളിപ്പിക്കുകയുള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ കുളിപ്പിച്ചിട്ട് റൂമിൽ കയറി കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും നോക്കണമല്ലോ. അപ്പോൾ എനിക്കിവിടെ ഒരു ചെറുതായിട്ട് അങ്ങോട്ട് ടാങ്ക് ഈ ഒരു നീല ടാങ്ക് അങ്ങോട്ട് വെക്കണമെന്നുണ്ട്. ടാങ്ക് അല്ല ഡ്രമ്മ്. അപ്പോൾ അതിന് വെച്ചതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയ ആ ടൈമിൽ ശരിയാക്കിയതാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് റിച്ചുട്ടനെ കുളിപ്പിക്കലും എൻ്റെ അലക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്തെങ്കിലും അലക്കലും പാത്രം കഴുകലൊക്കെ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നൈറ്റ് മാറാറുണ്ട്. കാരണം രാവിലെ തന്നെ നല്ല മഴയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇട്ട ഡ്രസ്സ് നല്ലോണം നനയും കാര്യങ്ങളൊക്കെ ചെയ്യും. അലക്കലും അവൻ്റെ കുളിയും പിന്നെ പാത്രം കഴുകലൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക രാവിലത്തെ കുളി കഴിഞ്ഞിട്ട് ചായ കുടി കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റും. പിന്നെ അലക്കലും റിച്ചുട്ടൻ്റെ കുളിപ്പിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതേമാതിരി ഡ്രസ്സ് പിന്നെ മാറ്റാട്ടോ ചെയ്യാറ്.
എന്നാൽ പിന്നെ വല്ലാതെ മേത്തേക്ക് വെള്ളവും കാര്യങ്ങളും ആവത്തില്ല. പിന്നെ മഴ പെയ്താലും തന്നെ ഇപ്പോൾ ഒരു സാഹചര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുകയാണല്ലോ, ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ, അതിൻ്റെ ആ പിറ്റേന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടത്. വോയിസ് ഓവർ കൊടുക്കേണ്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് ഒട്ടും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. നമുക്ക് ആകെ ഒരു റൂമാണല്ലോ, അപ്പോൾ റൂമിൽ റിച്ചോട്ടന് ഉറങ്ങുന്ന ടൈമിൽ ഫാനും കൂടി ഇട്ടാലും അവിടെ ഇന്ന് വോയിസ് ഓവർ കൊടുക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ പുറത്തിരുന്നിട്ട് വേണം വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ. പിന്നെ ഈ മഴയും കാര്യങ്ങളാകുമ്പോൾ നമ്മുടെ ഷീറ്റുമേക്ക് വെള്ളം ചാടുന്ന സൗണ്ട് നല്ലോണം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എത്ര അലച്ച് സംസാരിച്ചാലും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടാണ് നമ്മുടെ വോയിസ് കേൾക്കുക. അതുകൊണ്ട് അതും കഴിയണില്ല. അതുകൊണ്ട് ഇന്നൊരു ചെറിയൊരു ചോർച്ച കിട്ടിയ ടൈമിൽ ഞാൻ എടുക്കണൊരു വോയിസ് ആട്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോൻ്റെ നേരെ തൊട്ട് ദിവസത്തെ വീഡിയോ ആണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ അന്ന് കുറച്ചും അട ഉണ്ടാക്കിയിരുന്നു ഉച്ചനട്ട്, വൈകുന്നേരം നമുക്ക് ഈവനിങ്ങിന് സ്നാക്സായിട്ട്. അപ്പോൾ ആ അട രാവിലേക്ക് വൈകുന്നേരം രാജേട്ടൻ 2 ഒന്നോ കഴിച്ചിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ 2-3 ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കേടും കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ ഓന് 10 മണിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടല്ലോ, അപ്പോൾ അത് അവന് കൊടുക്കണില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുട്ടി അടുക്കളയിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ എന്തായാലും കേട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും റിച്ചോട്ടനും അത് കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ കേട്ടോ, നല്ല മഴ പിന്നെയും പെയ്യുണ്ടായി. അതിൽ റിച്ചോട്ടൻ്റെ ഈ നമ്മളെ ജീപ്പ് ഇടയ്ക്ക് നമ്മൾ ചാർജ് ചെയ്യണ ജീപ്പാണ്, അല്ലാതെ ചവിട്ടിയിട്ടും പോകും കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആണ്ട് പുറത്തേക്ക് എടുക്കാറൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചാർജ് ചെയ്യും കാര്യങ്ങളുണ്ട്. പിന്നെ റിച്ചോട്ടന് അവിടെ ചവിട്ടും കാര്യങ്ങളും ചെയ്യും കേട്ടോ. അവന് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. അവൻ്റെ മൂഡിനനുസരിച്ചാണ്. അവന് വേണമെന്ന് തോന്നിയാൽ എടുക്കില്ല, ചിലപ്പോൾ ജസ്റ്റ് നോക്കുക തന്നെ ചെയ്യില്ല. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഓണാക്കിയിട്ടിട്ട് അങ്ങനെ ഇതാക്കി വിടും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ടോപ്പ്. അത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ജസ്റ്റ് ഒരു ഷാൾ കൊണ്ട് ആ ഒരു ലെങ്ത്തിൽ കിട്ടുന്ന ഷോർട്ട് ടോപ്പ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് തയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളെ ഇളയച്ചിയും പീരക്കുട്ടിയും വന്നിട്ടുണ്ട്. അതായത് റിച്ചോട്ടൻ്റെ ഒരു കളിക്കൂട്ടുകാരിയാണ് ഇവാനിയ എന്ന് പറയണത്. റിച്ചോട്ടെ ഇവൂസ് എന്നാട്ടോ പറയാം. അധികം വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ 2 മാസത്തിന് അവൾക്ക് കയറും കേട്ടോ. അപ്പോൾ റിച്ചോട്ടനും ആളും കണ്ടാൽ ഭയങ്കര തല്ലുകൂടലാണ്, എന്നാൽ ഭയങ്കര രസമാണ് കേട്ടോ. പോടിയോ എടനടി എടി എന്താണ് മോത്ത്. അങ്ങനെ റിച്ചൂസും വീവൂസും ഒരുപാട് നേരം കളിക്കൊക്കെ ഉണ്ടായിട്ടോ. ഇടയിൽ കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് നേരം കളിച്ച് ഒരു 12:30 ആയപ്പോഴാട്ടോ അവർ പോയത്. ഇപ്പോൾ ചെറുതായിട്ട് മഴച്ചോർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 12:30 ആയ ടൈമിൽ പിന്നെ നമ്മൾ റിച്ചൂട്ടന് ചോറൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഈ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വേറെ വിശേഷങ്ങൾ പറയുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞിട്ടാണ് ഏത് വീഡിയോസ് ഞാൻ പിന്നെ കൂടുതലായിട്ട് എടുക്കാനും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബാക്കി വീഡിയോ നോക്കാം. ബൈ.